DNA replication semi-conservative ആണ് പ്രൂവ് ചെയ്ത ആൾക്കാരാണ് മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ്. ഓക്കെ, സോ അവര് സീസിയം ക്ലോറൈഡ് വെച്ചിട്ട് എക്സ്പെരിമെന്റ് നടത്തി 2 ഐസോട്ടോപ്പ് യൂസ് ചെയ്തിട്ട് N15ഉം N14ഉം അങ്ങനെ അവസാനം അവർക്ക് മനസ്സിലായി, സെൻട്രിഫ്യൂജ് നോക്കിയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി DNA സെമി കൺസർവേറ്റീവ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇക്കോളയിൽ 4.6 × 10⁻⁶ ബേസ് പെയർ ആണ് അവരുടെ ജീനോം. ബാക്ടീരിയൽ DNA സർക്കുലർ DNA ആണ്, നമുക്കറിയാം, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ബാക്ടീരിയക്ക് സിംഗിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനേ ഉള്ളൂ, ബൈഡയറക്ഷണൽ റെപ്ലിക്കേഷൻ ആണ്. പിന്നെ DNA സിന്തസിസ് എപ്പോഴും 5' to 3' ഡയറക്ഷനിലേ നടക്കുകയുള്ളൂ. പിന്നെ ഇവരുടെ ഈ റെപ്ലിക്കേഷൻ തീറ്റ മോഡൽ എന്ന് പറയും. അതായത് ഈ ഒരു ബബിൾ പോലെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ തീറ്റ പോലെ കാണും. ഓക്കെ, ഇനി ബാക്ടീരിയയുടെ റെപ്ലിക്കേഷൻ ബൈഡയറക്ഷണൽ ആണോ യൂണിഡയറക്ഷണൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് നടത്തി. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA അവർ ലോ സ്പെസിഫിസിറ്റി തൈമിഡീൻ ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഫ്രം ഒറിജിനിൽ നിന്ന് ന്യൂ DNA സിന്തസിസ് നടന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അവർ ഹൈ സ്പെസിഫിസിറ്റി തൈമിഡീൻ ആഡ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് 2 തിക് ബാൻഡ്സ് 2 സൈഡിലും കിട്ടി. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി DNA റെപ്ലിക്കേഷൻ ബൈ ഡയറക്ഷൻ ആണ്, അല്ലെങ്കിൽ അവർക്ക് ഒറ്റ ബാൻഡേ കിട്ടുകയുള്ളായിരുന്നു. ഇനി നമ്മൾ പ്രോസസ്സിലേക്ക് വരുവാണെങ്കിൽ ബാക്ടീരിയ പ്രോസസ് സിംഗിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്, അതാണ് ഒറീസി എന്ന് പറയും. ഒറീസിയുടെ പ്രത്യേകത, ഒറീസിക്ക് 246 ബേസ് പെയർ ഉണ്ട്, 3 to 13 മെർ സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ 5 to 9 മെർ സീക്വൻസ് ഉണ്ട്. ദിസ് ഇസ് റിച്ച് ഇൻ 80 റിച്ച് റീജിയൻ ആണ്. എന്തുകൊണ്ടാണ് 80 റിച്ച് റീജിയൻ എന്ന് പറയുന്നത്? കാര്യം ആദ്യമേ DNA മെൽറ്റ് ചെയ്യണം. അപ്പൊ GC ആണെങ്കിൽ അവിടെ സ്ട്രോങ് ബോണ്ടാണ്, 80 ആണെങ്കിൽ അവർ DNA മെൽറ്റ് ഈസി ആയിട്ട് നടക്കും. ഇനി ഫസ്റ്റ് നടക്കുന്നത് DNA ATP ആണ്. സോ DNA ATP ഫോമിലാണ് ആക്റ്റീവ് ആവുന്നത്. ഇവര് ഒറീസിൽ വന്ന് റെക്കഗ്നൈസ് ചെയ്യും. ഈ DNA-ക്ക് 2 DNA ബൈൻഡിങ് ഡൊമൈൻസ് ഉണ്ട്. ഒരു ഡൊമൈൻ 5 to 9 മെർ സീക്വൻസിൽ ഇന്ററാക്ട് ചെയ്യും. സെക്കൻഡ് ഡൊമൈൻ 3 to 13 മെർ സീക്വൻസ് ഇന്ററാക്ട് ചെയ്തിട്ടാണ് DNA മെൽറ്റിംഗ് നടക്കുക. സോ DNA മെൽറ്റിംഗ്. സോ ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് സ്മോൾ റെപ്ലിക്കേഷൻ ബബിൾ ഉണ്ടാവും. ഇനി ഈ ബബിൾ ഉണ്ടായി ചിലപ്പോൾ ഈ സ്ട്രാൻഡ് കൂട്ടി പിന്നെയും റീഅസോസിയേറ്റ് ചെയ്യാം. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യും. ഇനി ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടായിട്ടുള്ളൂ, നമുക്ക് ഒത്തിരി അങ്ങ് അൺവൈൻഡ് ചെയ്യണം. അതിന് ഹെലിക്കേസിനെ റിക്രൂട്ട് ചെയ്യും. ഹെലിക്കേസ് ആണ് ഫർദർ അൺവൈൻഡ് നടക്കുക. സോ ഹെലിക്കേസ് റിക്രൂട്ട് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഹെലിക്കേസ് ലോഡർ. ഇവിടെ DNA-B ആണ് ഹെലിക്കേസ്. ഈ DNA-Bനെ ലോഡ് ചെയ്യുന്ന ഹെലിക്കേസ് ലോഡർ ആണ് DNA-C. ഇനി ഫുൾ പ്രൊക്കാരിയോട്സിൽ DNA-B ഹെലിക്കേസ് ഒരു ഹോമോ ഹെക്സാമർ ഒരു റിങ് പോലെയാണ്. ഇനി എങ്ങനെയാണ് അവർ DNA സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ATP ഹൈഡ്രോളിസിസ് വഴിയാണ് അവർ സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഈ DNA-B ഹെലിക്കേസ് ഒരു റിങ് പോലെയാണ്, റിങ് പോലെ ഇങ്ങനെ പോയി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ DNA ഇങ്ങനെ പോകും ATP ഹൈഡ്രോളിസ് വഴി, അങ്ങനെ DNA-നെ അൺവൈൻഡ് ചെയ്യും. ഇനി എങ്ങനെയാണ് DNA-C ഹെലിക്കേസ് ലോഡ് ഹെലിക്കേസ്? അതായത് ആദ്യം ഹെലിക്കേസ് ലോഡർ ഇനിഷ്യലി ഇനാക്റ്റീവ് ആണ്. ഹെലിക്കേസ് ലോഡർ ATP ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഹെലിക്കേസ് ലോഡർ ATP കോംപ്ലക്സ് ഉണ്ടാവും. ഈ കോംപ്ലക്സിലേക്കാണ് നമ്മളുടെ ഹെലിക്കേസ് വന്ന് ബൈൻഡ് ചെയ്യുക. ഇപ്പൊ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഇൻഡ്യൂസ് എ കൺഫോർമേഷൻ ചേഞ്ച്. അപ്പം ഹെലിക്കേസ് ഓപ്പൺ ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട്? ഹെലിക്കേസ് ഉണ്ട്, ATP ഉണ്ട്, ഹെലിക്കേസ് ലോഡർ ഉണ്ട്. ഇനി DNA-നെ ഇവർ എൻസർക്കിൾ ചെയ്യും, സ്റ്റാർട്ട് അൺവൈൻഡിങ് പ്രോസസ്. ഇനി ഹെലിക്കേസ് മാത്രമല്ല, ഇവിടെ പ്രൈമേസും വരുന്നുണ്ട്. പ്രൈമേസും ഹെലിക്കേസിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. DNA സിന്തസിസിന് നമുക്കറിയാം ഒരു പ്രൈമർ വേണം. ഇവിടുത്തെ പ്രൈമേസ് വന്ന് DNA-G ആണ്. DNA-G ഈസ് ദ പ്രൈമേസ്. ഇനി ഹെലിക്കേസും പ്രൈമേസും ഒന്നിച്ചാണ് അവർ മൂവ് ചെയ്യുന്നത്. സോ ഹെലിക്കേസ് അൺവൈൻഡ് ചെയ്യുന്നതിന് കൂടെ തന്നെ പ്രൈമർ അവിടെ സിന്തസൈസ് ചെയ്യും. സോ ലാഗിങ് സ്ട്രാൻഡിൽ കൂടെ DNA സിന്തസിസ് നടക്കും. ഇനി എങ്ങനെയാണ് പ്രൈമേസും ഹെലിക്കേസും മൂവ് ചെയ്യുന്ന 3 മോഡൽസ് പറയുന്നുണ്ട്. ഒന്ന് റെപ്ലിസോം പോസിങ്. റെപ്ലിസോം പോണെന്ന് വെച്ചാൽ ഇനിഷ്യലി ഹെലിക്കേസും പ്രൈമേസും ഒന്നിച്ചാണ് ലാഗിങ് സ്ട്രാൻഡിൽ കൂടെ പോകുന്നത്.
പിന്നെ ഹെലിക്കേസ് പോസ് ചെയ്യും, പിന്നെ പ്രൈമേസ് സിന്തസിസ് ചെയ്യും, പിന്നെ ഹെലിക്കേസ് പോസ് ചെയ്യും, പ്രൈമേസ് സിന്തസിസ് ചെയ്യും. അങ്ങനെ റെപ്ലിക്കേഷൻ പോസിംഗ് മോഡൽ. രണ്ടാമത്തെ റെപ്ലിക്കേഷൻ റിലീസ് മോഡൽ. ഇവിടെ മോർ ദാൻ 1 പ്രൈമേസ് ഉണ്ട്. സോ ഹെലിക്കേസ് ആദ്യം അൺവൈൻഡ് ചെയ്യും, എന്നിട്ട് അവിടെ പ്രൈമേസ് വന്ന് ബൈൻഡ് ചെയ്ത് സിന്തസൈസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഹെലിക്കേസ് അടുത്തതിന് അൺവൈൻഡ് ചെയ്യും, പ്രൈമേസ് 2 വരും. പിന്നെ ഹെലിക്കേസ് അൺവൈൻഡ് ചെയ്യും, പ്രൈമേസ് 3 വരും. അങ്ങനെ മോർ ദാൻ പ്രൈമേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അക്സെപ്റ്റബിൾ മോഡലാണ് പ്രൈം ലൂപ്പ് ഫോർമേഷൻ. അതായത് ഹെലിക്കേസും പ്രൈമേസും ഒന്നിച്ച് വർക്ക് ചെയ്യും. സോ ഇവർ ഒന്നിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു ടെംപ്ലേറ്റിനെ ഒരു ലൂപ്പ് പോലെ ആക്കും. ലൂപ്പ് പോലെ ആകുമ്പോഴത്തേക്കും പ്രൈമേസ് അവിടെ സിന്തസൈസ് ചെയ്യും. ഒരു ലൂപ്പ് ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഏറ്റവും അക്സെപ്റ്റബിൾ മോഡൽ എന്ന് പറയുന്നത്. ഇനി മേജർ എൻസൈംസ് ആണ് DNA പോളിമറൈസ്. 5 ടൈപ്പ് DNA പോളിമറൈസ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ഓക്കെ, അതിനു മുമ്പേ DNA സിന്തസിസ് നടക്കാൻ വേണ്ടി ഒരു പ്രൈമർ സബ്സ്ട്രേറ്റ് ജംഗ്ഷൻ ഉണ്ടാവണം. അതായത് 8 to 12 ന്യൂക്ലിയോടൈഡ് അറ്റാച്ച് ടു ദ 3' എൻഡ് ഓഫ് ദ DNA. അപ്പം ഈ പ്രൈമർ സബ്സ്ട്രേറ്റ് ജംഗ്ഷനിൽ അവിടെയാണ് പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്നത്. പിന്നെ എന്ത് വേണം? DNTPs വേണം. ഇനി എങ്ങനെയാണ് ഈ മെക്കാനിസം, പോളിമറൈസേഷൻ മെക്കാനിസം നടക്കുന്നത് വെച്ചാൽ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം. ഇവിടെ അഡിനീൻ, ഇത് അഡിനീൻ ആണ്. ഈ അഡിനീന്റെ 5' 3 ഫോസ്ഫേറ്റ് ഉണ്ട്, 3' OH ഉണ്ട്. ഇനി അടുത്ത ഒരു ന്യൂക്ലിയോടൈഡ് ഗുവാനിൻ ആണെന്നിരിക്കുക. ഇവിടെ 5' 3 ഫോസ്ഫേറ്റ് ഉണ്ട്, 3' ഒരു OH ഉണ്ട്. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അഡിനീന്റെ 3' OH will attack the alpha phosphate of the guanine. Okay, എന്നിട്ടാണ് they form phosphodiester bond. ഓക്കെ, എന്നിട്ട് ഇവിടെ PPI റിലീസ് ചെയ്യും. ഇനി ഈ റിലീസ് ചെയ്ത PPI ഉടനെ തന്നെ 2PI കൺവേർട്ട് ചെയ്യും. കാര്യം ഇത് ഈ PPIക്ക് പിന്നെ ഈ ഗുവാനിനത്തിൽ പോയിട്ട് അറ്റാക്ക് ചെയ്ത് റിവേഴ്സ് റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ PPI സ്പ്ലിറ്റ് ചെയ്യുന്ന, റിലീസ് ചെയ്യുന്ന എനർജി വെച്ചിട്ടാണ് അവർ DNA സിന്തസിസ് നടക്കുന്നത്. ഇനി മേജർ ആയിട്ട് DNA സിന്തസിസ് നടക്കാനുള്ള എന്താണ്? 5 DNA പോളിമറൈസസ് ഉണ്ട്. ഇപ്പോൾ DNA പോളിമറൈസ് 1, 2, 3, 4, 5. DNA പോളിമറൈസ് 1 പറയുകയാണെങ്കിൽ ഒരു മോണോമർ ആണ്. അവർക്ക് 5' to 3' പോളിമറൈസേഷൻ ആക്ടിവിറ്റി ഉണ്ട്, 3' to 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. അതായത് പ്രൂഫ് റീഡിങ്. ഓപ്പോസിറ്റ് ആണ് പ്രൂഫ് റീഡിങ്. 5' to 3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്, അതായത് പ്രൈമർ റിമൂവലിന് വേണ്ടിയിട്ട്. It can introduce 20 to 50 nucleotides per seconds. രണ്ടാമത്താണ് DNA പോളിമറൈസ് 2. ഇതൊരു മൾട്ടിമിയർ ആണ്. ഇത് റിപ്പയർ സിസ്റ്റത്തിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. DNA പോളിമറൈസ് 3 ആണ് നമ്മളുടെ മേജർ എൻസൈം എന്ന് നമുക്ക് പറയാം. ഇവർക്ക് 5' to 3' പോളിമറൈസേഷൻ ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രൂഫ് റീഡിങ് 3' to 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. ഇനി ശരിക്കും റെപ്ലിക്കേഷൻ 1 ഉം 3 മാത്രം മതി. ഇനി DNA പോളിമറൈസ് 4 and 5 എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ പോളിമറൈസേഷൻ ആണ്. SOS റിപ്പയറിൽ വരുന്ന ആൾക്കാരാണ്. DNA 3നെ കുറച്ചും കൂടെ നമുക്ക് പരിചയപ്പെടുകയാണെങ്കിൽ ഇതൊരു മൾട്ടിമിയർ ആണ്. ഇറ്റ് പ്രോസസ് 9 സബ് യൂണിറ്റ്. ഇവർ ഭയങ്കര ഹൈലി പ്രോസസീവ് എൻസൈം ആണ്. ദേ ക്യാൻ ആഡ് 1000 ന്യൂക്ലിയോടൈഡ് പെർ സെക്കൻഡ്സ്. പിന്നെ ഇറ്റ് ഈസ് എ കാറ്റലിറ്റിക്കലി എഫിഷ്യന്റ് എൻസൈം ആണ്. ഇറ്റ് പ്രോസസ് 9 സബ് യൂണിറ്റ്സ്. ഇറ്റ് പ്രോസസ് ബീറ്റാ ക്ലാം, ക്ലാം ലോഡർ ആൻഡ് കോർ പോളിമറൈസ്. ഇനി കോർ പോളിമറൈസ് നമുക്ക് T എന്ന് ഓർക്കാം. തീറ്റ, എഫ്ലോൺ, ആൽഫ. ഇതാണ് കോർ പോളിമറൈസ്. ഒരു ബീറ്റാ ക്ലാം ഉണ്ട്, ക്ലാം ലോഡർ ഉണ്ട്. തീറ്റയുടെ ഫങ്ഷൻ they activate എഫ്ലോൺ. എഫ്ലോൺ പ്രോസസ് 3' to 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി. ആൽഫയ്ക്ക് 5' to 3' പോളിമറൈസേഷൻ ആക്ടിവിറ്റി ഉണ്ട്. ക്ലാം ലോഡർ സബ് യൂണിറ്റ് ഇതൊക്കെയാണ്: ടോ, ഡെൽറ്റ, ഡെൽറ്റ ഡാഷ്, സൈ 5. ഇതിന് T ക്ലാം ലോഡർ ടുഗദർ ആയിട്ട് നമ്മൾ വിളിക്കുന്നതാണ് ഗാമ കോംപ്ലക്സ് എന്ന് പറയും. ഇനി ഒരു DNA പോളിമറൈസ് 3യുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ റൈറ്റ് ഹാൻഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് ഹാസ് എ പാം ഡൊമൈൻ, ഫിംഗർ ഡൊമൈൻ ആൻഡ് എ തം ഡൊമൈൻ. പാം ഡൊമൈനിലാണ് നമ്മളുടെ ആക്റ്റീവ് സൈറ്റ്, എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് ഇരിക്കുന്നത് പാം ഡൊമൈനിലാണ്. ഇവിടെ 2 മെഗ്നീഷ്യം അയൺസ് ഉണ്ട് കാറ്റാലിസിസിന്. ഒരു മെഗ്നീഷ്യം അയൺ they will interact with 3' OH of the nucleotide and displace H
in 3' and it form alkoxide ion. ഈ ആൽക്കോസൈഡ് അയനാണ് അറ്റാക്ക് ദ ആൽഫ ഫോസ്ഫേറ്റ് ഓഫ് ഇൻകമിംഗ് ന്യൂക്ലിയോടൈഡ്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ Mg2+ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ദേ ന്യൂട്രലൈസ് നെഗറ്റീവ് ചാർജ് ഓഫ് ഫോസ്ഫേറ്റ്. ഇനി ആക്റ്റീവ് സൈറ്റിൽ മഗ്നീഷ്യം ഇരിക്കണമെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വേണം അല്ലേ? അത് കൊടുക്കുന്നത് അസ്പാർട്ടേറ്റ് അമിനോ ആസിഡ്സ് ആണ് അവിടെ ഉള്ളത്. സോ ദിസ് അസ്പാർട്ടേറ്റ് ഹോൾഡ് ദ 2Mg2+ ടു ദ ആക്റ്റീവ് സൈറ്റ്. ഇനി ഫിംഗർ ഡൊമൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ദേ ക്യാരി 3 ക്രിട്ടിക്കൽ അമിനോ ആസിഡ്സ്: തൈറോസിൻ, ലൈസിൻ, അർജിനിൻ. തൈറോസിൻ form a hydrophobic contact with the incoming nucleotide base. ലൈസിനും അർജിനിനും ബേസിക് പോസിറ്റീവ് ചാർജ്ഡ് അമിനോ ആസിഡ്സ് ആണ്. സോ ദേ ഇന്ററാക്ട് വിത്ത് ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്. അപ്പം ഈ 3 അമിനോ ആസിഡ്സും ചെയ്യുന്നത് ഈ വരുന്ന ന്യൂക്ലിയോടൈഡിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. തൈറോസിൻ ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ നടത്തും. ലൈസിനും അർജിനും നെഗറ്റീവ് ആയതുകൊണ്ട് വരുന്ന ന്യൂക്ലിയോടൈഡിന്റെ ഫോസ്ഫേറ്റ് ആയിട്ട് ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ലൈസിനും അർജിനും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫോസ്ഫേറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് അതിനെ പിടിച്ചു നിർത്തും. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇന്ററാക്ഷൻ ഫിംഗർ ക്ലോസ് ആവും. സോ ഈ ക്ലോസ് കൺഫോർമേഷനിൽ ആൽക്കോസൈഡ് അയൺ അറ്റാക്ക് ദ ആൽഫ ഫോസ്ഫേറ്റ്. ഇനി അവസാനത്തെ തം ഡൊമൈൻ. Thumb domain catalyzes the addition of incoming nucleotide. So thumb push the nucleotide and maintain primer nucleotide junction. So ഈ primer nucleotide junction ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു കൃത്യമായിട്ട് കാറ്റാലിസിസ് നടക്കുകയുള്ളൂ. അപ്പോൾ thumb domain മെയിൻലി primer nucleotide junction ആണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് DNA polymerase they loaded to primer template junction. ആദ്യം ക്ലാമ്പ് ലോഡർ ബൈൻഡ് ടു ATP. അപ്പോൾ ATP ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഇവർ ആക്ടിവേറ്റഡ് ആവും, അവർ ഓപ്പൺ ആവും. സോ യൂഷ്വലി ക്ലാമ്പ് ലോഡർ ഇനാക്റ്റീവ് ആണ്, ATP ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവും. എന്നിട്ട് ഇതിലേക്ക് DNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യും. സോ ക്ലാമ്പ് ലോഡർ ATP ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ക്ലാമ്പ് ലോഡർ ആക്ടിവേറ്റ് ആവും. ഇനി ഇതിനകത്തേക്ക് ക്ലാമ്പും ബീറ്റ ഡാഷും വരും. അപ്പം ഈ ബീറ്റ ക്ലാമ്പിൽ ക്ലാമ്പ് ഉണ്ട്, ക്ലാമ്പിലുണ്ട് ATP ഉണ്ട്. ഇതിലേക്കാണ് നമ്മളുടെ DNA polymerase 3 കോർ പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ദെൻ ദേ വിൽ കം ആൻഡ് സിറ്റ് ഇൻ ടു ദ പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. അപ്പോൾ അവിടെ വന്നിരിക്കും. സോ അവിടെ ATP ഹൈഡ്രോളിസിസ് നടക്കും. അപ്പോഴത്തേക്കും കോംപ്ലക്സ് ഡിറ്റാച്ച് ചെയ്യും. ഇനി DNA polymerase 3ക്ക് ഇതിനെ ഈ സ്ട്രെച്ച് ഓഫ് DNA കുറെ നേരം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. സോ ദ ബീറ്റ ക്ലാമ്പ് ആണ് ഈ DNA പോളിമറൈസ് 3നെ പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷനിൽ പിടിച്ചു നിർത്താൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ബീറ്റ ക്ലാമ്പ് ആണ്. ലീഡിംഗ് സ്ട്രാൻഡിൽ കുഴപ്പമില്ല, 5' to 3' ഡയറക്ഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ലാഗിംഗ് സ്ട്രാൻഡിൽ അത് പറ്റില്ല. അപ്പം ഒക്കാസാക്കി ഫ്രാഗ്മെന്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി പോളിമറൈസേഷൻ എല്ലാം കഴിഞ്ഞു. അവസാനം നമുക്ക് ഈ പ്രൈമറിനെ റിമൂവ് ചെയ്യണം. സോ ഇവിടെ എൻസൈം RNA-H ആണ് പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യുന്നത്. സോ ഇവിടെ ഇത് RNA DNA ഇവിടെ RNA-H ബ്രേക്ക് ചെയ്യും, ബോണ്ട് ബ്രേക്ക് ചെയ്യും. അല്ല, RNA-S പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യും. ഇനി ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ചെയ്യും. പിന്നെ അവിടെ ഒരു നിക്ക് ഉണ്ടാവും അവിടെ. അപ്പം DNA പോളിമറൈസ് 1 ആണ് കോംപ്ലിമെന്ററി DNTPസിനെ ആഡ് ചെയ്ത ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. ഇനി DNA ലൈഗേസ് അത് വന്ന് സീൽ ചെയ്ത് കളയാം. ഓക്കെ, DNA ലൈഗേസ് വന്ന് സീൽ ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ലൈഗേഷൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഇതുണ്ടായല്ലോ. അപ്പൊ ഇവിടുത്തെ ആൽഫ ഫോസ്ഫേറ്റ് ഇപ്പൊ അഡിനീനും ഗ്വാനിനും ആണ് അടുത്തടുത്തിരിക്കുന്നത് നോക്കുക. അപ്പൊ ഇവിടുത്തെ ഗ്വാനിൻ ആണ് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫോസ്ഫേറ്റേ ഉള്ളൂ അല്ലേ? ആൽഫ ഫോസ്ഫേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഒരു ഫോസ്ഫേറ്റ് ഉള്ളൂ. അപ്പൊ നമുക്കൊരു ബോണ്ട് വേണമെങ്കിൽ ആൽഫയും ബീറ്റയും വേണം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം കുറെ ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പൊ ഇവിടെ ആദ്യം എൻസൈം ലിഗേസ് എന്ത് വെച്ചാൽ ATP ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എൻസൈം ATP ആയി മാറും. ഈ എൻസൈം ATP വിൽ bind to the phosphate 5' DNA. അപ്പോൾ എന്ത് ചെയ്യും, എൻസൈം മാറിയിട്ട് ഇവിടെ അഡിനോസിൻ മോണോഫോസ്ഫേറ്റും ഈ ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്യും.
ഇനി ഈ DNA ഇതിനകത്ത് ഈ ആഡിനും ഗുവാനിനും കൂടെ ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ DNA 3' OH എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ DNA നേരത്തെ നമ്മൾ ആഡ് ചെയ്ത ഫോസ്ഫേറ്റ്, ഇവിടെ 2 ഫോസ്ഫേറ്റ് ആൽഫ ബീറ്റയും വന്നല്ലോ, ഇവിടെ ആൽഫനെ അറ്റാക്ക് ചെയ്യും. സോ ഇവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കും. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ DNA ലൈഗേസിൽ ലൈസിൻ റെസിഡ്യൂസ് ഉണ്ട്. ലൈസിൻ ഇവിടെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എൻസൈംസ് ആണ്. ഇനി ടെർമിനേഷൻ ഒന്നുമില്ല. ഒറി സൈറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ടെർ സൈറ്റ്സ് ഉണ്ട്. അപ്പം ടെസ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ടെർ സൈറ്റ്സ് ഇവിടെ സ്പീഡ് ബ്രേക്കർ ആയിട്ട് ആഡ് ചെയ്തിട്ട് റെപ്ലിക്കേഷൻ നിൽക്കും. ഇനി 2 മെക്കാനിസമാണ് ക്വിക്ക് സ്റ്റോപ്പ് മ്യൂട്ടേഷനും സ്ലോ സ്റ്റോപ്പ് മ്യൂട്ടേഷൻ. ക്വിക്ക് സ്റ്റോപ്പ് മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഇലോങ്ങേഷൻ സ്റ്റേജിൽ ഏതെങ്കിലും എൻസൈംസിനോ അല്ലെങ്കിൽ പ്രോട്ടീൻസിനോ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഹോൾട്ട് ചെയ്യും, അപ്പം തന്നെ അവിടെ നിർത്തും. ഓക്കെ, അതിപ്പോൾ DNAB ഹെലിക്കേസിലാണ് ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിർത്തും. സ്ലോ സ്റ്റോപ്പ് മ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിസിയേഷൻ എൻസൈംസുകളിലെ DNA റെപ്ലിക്കേഷൻ ഇനിസിയേഷൻ എൻസൈംസിന് വരുന്ന മ്യൂട്ടേഷൻ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ സ്ലോ സ്റ്റോപ്പ് ആണ്. അതായത് ആ ഇനിസിയേഷൻ നടന്ന് അപ്പോഴാണ് പ്രശ്നം വന്നത്. അപ്പം ആ ഒരു സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. നെക്സ്റ്റ് സൈക്കിളിൽ അത് എഫക്ട് ചെയ്യും. സോ ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ് അല്ല, സ്ലോ സ്റ്റോപ്പ് ആണ്. ഇനി കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. ഫസ്റ്റ് റെഗുലേറ്ററി ഇനാക്ടിവേഷൻ ഓഫ് DNA. ഇനി ഒരു വെൽ ന്യൂട്രിയൻ കണ്ടീഷനിൽ ബാക്ടീരിയ സ്റ്റാർട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ ബിഫോർ ദ ഫസ്റ്റ് റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ. ഇനി ന്യൂട്രിയൻ ഇല്ലാത്ത ഒരു കണ്ടീഷനിലാണെങ്കിലോ അവർക്ക് ഇങ്ങനെ റെപ്ലിക്കേഷൻ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സോ അപ്പം HDA എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അത് നമ്മൾ DNA ആയിട്ട് ഭയങ്കര ഹോമോലോഗ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ഇനി HDA വിൽ കമ്പൈൻ വിത്ത് ബീറ്റാ ഗ്ലാൻ. അപ്പോഴത്തേക്കും DNA ATP DNA ADP ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ട് വരും. സോ ഇവർക്ക് മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം DNA റെപ്ലിക്കേഷൻ ഹോൾട്ട് ആവും. രണ്ടാമത് DNA ടൈട്രേഷൻ മെത്തേഡാണ്. അതായത് അഡ്ജസന്റ് ടു OREC there is a site called DAT-A DNA ടൈട്രേഷൻ ലോക്കസ് എന്ന് പറയും. ഇവർക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ DNA ATPയെക്കാളും അല്ലെങ്കിൽ ഒറീസയെക്കാളും കൂടുതൽ ATPയോട് ഭയങ്കര അഫിനിറ്റി ഉണ്ട്. ഓക്കെ, ATPയോട് ഭയങ്കര അഫിനിറ്റി ഉള്ളതാണ്. ഓക്കെ, അപ്പൊ സെല്ലിൽ ATPയുടെ അളവ് കുറയുമ്പോഴത്തേക്കും ഉള്ള ATPനെല്ലാം ഇവർ ഡാറ്റ് പിടിച്ചു വെക്കും. ഓക്കെ, അപ്പൊ ഒറീസിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ആവശ്യത്തിലുള്ള ATPയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. 8 ടൈംസ് ഇവിടെ ഇപ്പം ഈ ഡാറ്റയ്ക്ക് ഒറീസയെക്കാളും 800 ടൈംസ് കൂടുതൽ ATP ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള അഫിനിറ്റി ഉണ്ട്. അപ്പൊ ഇതെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ ഒറീസിലേക്ക് വരുള്ളൂ. അപ്പൊ അത്രയും ATP ഉണ്ടെങ്കിൽ ഇത് വരുള്ളൂ. മൂന്നാമത്താണ് സെക്വസ്ട്രേഷൻ. ബാക്ടീരിയ ഒറി കണ്ടെയ്ൻ certain palindromic sequence like GATC അങ്ങനെ ചില പാലിൻഡ്രോമിക് സീക്വൻസ് ഉണ്ട്. അഡീനീൻ നമുക്കറിയാം ഇപ്പോഴും മെത്തിലേറ്റഡ് കണ്ടീഷനിൽ വരുന്നുണ്ട്. സോ ഇവിടെ പാരന്റ് സ്ട്രാൻഡ് മെത്തിലേറ്റഡ് ആയി 2 സെല്ലിലേക്ക് പോകുന്നു. ഇവിടെ മെത്തിലേഷൻ ചെയ്യുന്ന മീഥൈൽ ട്രാൻസ്ഫറേസ് വഴിയാണ്. ഫസ്റ്റ് റെപ്ലിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു സ്ട്രാൻഡിൽ മെത്തിലേറ്റഡ് ആയി മറ്റു സ്ട്രാൻഡിൽ ന്യൂ സ്ട്രാൻഡിൽ ഉണ്ടാവത്തില്ല, ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റിലാണ് സെക്കെ പ്രോട്ടീൻസ് വന്ന് റെക്കഗ്നൈസ് ചെയ്യുക. സോ സെക്കെ പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും DNA ATPനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ഒറീസ് വരത്തില്ല. അപ്പം സോ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ ബൈൻഡിങ് ഓഫ് DNA ATP ടു ദ ഒറീസി ആൻഡ് പ്രിവെന്റ് DNA റെപ്ലിക്കേഷൻ. യൂക്കാരിയോട്ടിക് റെപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ടീരിയ പോലെയല്ല, യൂക്കാരിയോട്സിന് ദി പോസസ് മൾട്ടിപ്പിൾ ഒറീസിയാണ്. ഇവരുടെ സ്പീഡ് ഓഫ് റെപ്ലിക്കേഷൻ 1000 ന്യൂക്ലിയോടൈഡ് പെർ സെക്കൻഡ്സ് ആണ്. 100 ന്യൂക്ലിയോടൈഡ് പെർ സെക്കൻഡ്സ് ആണ്. പ്രൊക്കാരിയോട്സിലോ 1000 ആണ്. എന്തുകൊണ്ടാണ് 100 ന്യൂക്ലിയോടൈഡ് പെർ സെക്കൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മൾട്ടിപ്പിൾ ഒറീസി ഉണ്ട്. സോ ഇനിസിയേഷൻ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുക. അപ്പം പതുക്കെ അവരെ ആഡ് ചെയ്തോളൂ. DNA പോളിമറൈസ് 5 ടൈപ്സ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് എഫ്ലോൺ. DNA പോളിമറൈസ് ആൽഫന്ന് നമുക്ക് ഒരു ബൈഫങ്ഷണൽ എൻസൈംസ് എന്ന് പറയും. ഇതിനെ വിളിക്കുന്നതാണ് പ്രൈമേസ് പോളിമറൈസ് ആൽഫ. ടെട്രാമറിക് ആണ്, 4 സബ് യൂണിറ്റ് ഉണ്ട്. ഇതിന് 4 സബ് യൂണിറ്റ് ഉണ്ട്. 2 സബ് യൂണിറ്റ് പ്രൈമേസ് ഫംഗ്ഷൻ 8 to 12 ന്യൂക്ലിയോടൈഡ് പ്രൈമറിനെ സിന്തസൈസ് ചെയ്യും. രണ്ടാമത്തെ സബ് യൂണിറ്റ് പോളിമറൈസ് ആക്ടിവിറ്റി ആണ്, 20 to 25 ന്യൂക്ലിയോടൈഡ് DNA ആഡ് ചെയ്യും.
ഇവർക്ക് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഇതില്ല, അതുകൊണ്ട് തന്നെ ഹൈലി എറർ പ്രോൺ ആണ് ആൽഫ. DNA polymerase beta എന്ന് വെച്ച് കഴിഞ്ഞാൽ they engage in repair mechanism ആണ്. They lack 3' 5' exonuclease activity. So they occur in base excision repairലാണ് ഒരു സബ് യൂണിറ്റേ ഉള്ളൂ. DNA polymerase ഗാമ എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയൽ റെപ്ലിക്കേഷൻ ആൻഡ് റിപ്പയറിലാണ്. ഇവർക്ക് 3 സബ് യൂണിറ്റ്സ് ഉണ്ട്. DNA polymerase ഡെൽറ്റ they possess 4 സബ് യൂണിറ്റ്സ്. ഇത് ലീഡിംഗ് സ്റ്റാൻഡേർഡ് സിന്തസൈസിനാണ് ഇൻവോൾവ് ചെയ്യുന്നത്, റിപ്പയറിലും ഫംഗ്ഷൻ ഉണ്ട്. DNA polymerase എഫ്ലോ എന്ന് പറയുന്നത് ഇൻവോൾവ് DNA polymerase ഡെൽറ്റ ലാഗിംഗ് സ്റ്റാൻഡിലാണ് കേട്ടോ, ലാഗിംഗ് സ്റ്റാൻഡ് സിന്തസിസിലാണ് വർക്ക് ചെയ്യുന്നത്, റിപ്പയർ ഫംഗ്ഷൻ ഉണ്ട്. DNA polymerase എഫ്ലോ എന്ന് പറയുന്നത് ഇൻവോൾവ് ലീഡിംഗ് സ്റ്റാൻഡ് സിന്തസിസ് ആണ്. അപ്പൊ ലീഡിംഗ് അങ്ങനെ ഓർക്കാം. പിന്നെ ഈസ്റ്റില് അവരുടെ ഒറിജിനൽ റെപ്ലിക്കേഷനിൽ ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്, അതാണ് ARS, ഓട്ടോണോമിക്കലി റെപ്ലിക്കേറ്റിംഗ് സീക്വൻസ്. ഈസ്റ്റിന്റെ ഒരു കേസ് ഉണ്ട്. ഇനി ക്ലാമ്പ്, ഇവിടുത്തെ ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ട്രൈമറാണ്. ഇത് PCNA പ്രൊലിഫറേറ്റിംഗ് സെൽ ന്യൂക്ലിയർ ആന്റിജൻ എന്ന് പറയും, യൂക്കാരിയോട്ടിക് സ്ലൈഡ് ക്ലാമ്പറാണ്. ഇതൊരു ട്രിപ്പിൾ ATPase ഫാമിലിയിൽ വരുന്നതാണ്. ഇവർ ATP ഹൈഡ്രോളിസ് വഴിയാണ് അവർ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ഇവിടെ കൺഫർമേഷൻ ചേഞ്ച് വരുമ്പോഴത്തേക്കും ക്ലാമ്പ് ഓപ്പൺ ആവും. സോ ദേ ബൈൻഡ് ടു ദ പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. സോ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ക്ലാമ്പിലോട്ട് ഡിറ്റാച്ച് ചെയ്യും. ഇനി യൂക്കാരിയോട്ടിക് ഹോളോ എൻസൈംസ് 3 കോർ എൻസൈംസ് ഉണ്ട്, ഒരു ക്ലാമ്പിലോട്ട് ഉണ്ട്, പ്രൊകാരിയോട്സ് പോലെ തന്നെ. ഇവിടുത്തെ ഹെലിക്കേസ് ആണ് MCM227. മറ്റവരുടെ എന്തെങ്കിലും DNA B ആയിരുന്നു. ഇതൊരു ഹെട്രോഹെക്സാമർ ആണ്, മിനി ക്രോമസോമൽ മെയിൻ്റനൻസ്. ഇനി നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രൊകാരിയോട്സിൽ ബീറ്റ സ്ലൈഡിംഗ് ക്ലാമ്പ് ഉണ്ട്, യൂക്കാരിയോട്സിൽ സ്ലൈഡിംഗ് ക്ലാമ്പ് PCNA ആണ്, ട്രിപ്പിൾ ATPase. ഇവിടെ സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിംഗ് പ്രോട്ടീൻസ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്, പ്രിവെന്റ് റീഅസോസിയേഷൻ. ഇവിടെ RP ആണ്, റെപ്ലിക്കേഷൻ പ്രോട്ടീൻ A. ഇവിടുത്തെ ക്ലാമ്പ് ലോഡർ 5 ഇതാണ്, ഇവിടെ റെപ്ലിക്കേറ്റിംഗ് ഫാക്ടർ ക്ലാമ്പ് ലോഡർ ആണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ പ്രോസസ്സിലേക്ക് വരുവാണെങ്കിൽ സെൽ സൈക്കിള് നമുക്കറിയാം G1 S G2A ഇത്രയും സ്റ്റേജ് ഉണ്ട് അല്ലേ. സോ റെപ്ലിക്കേഷൻ S ഫേസിലാണ് നടക്കുക. സോ പ്രോട്ടീൻസ് റെപ്ലിക്കേഷൻ വേണ്ടുള്ള എല്ലാ പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്ത് S ഫേസിന് മുമ്പേ വെക്കും. S ഫേസിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒറിജിനൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണ് ORC. ഇനി ORC will recruit a factor called CDC6. ഇനി ORCയും CDC6ഉം ഒക്കെ ട്രിപ്പിൾ ATPase ആണ്. ഇനി ഇവിടെ CDT1 ആണ് വില്ലോഡ് ഹെലിക്കേസ് MCM227. എങ്ങനെയാണ് ഹെഡ് ടു ഹെഡ് മാനർ ടു ദ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇനി ഇപ്പൊ ഇവിടെ ORC ഉണ്ട്, അവിടെ CDC6 ഉണ്ട്, CDT1 MCM27 ഹെലിക്കേസ് എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ലൈസൻസിങ് ഫാക്ടർ നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി ഇത് ലോഡ് ചെയ്തു. ഇനി ആക്ടിവേഷൻ ഓഫ് ഹെലിക്കേസ് ആണ്, അത് S ഫേസിലാണ് നടക്കുക. അപ്പൊ ഇവിടെ 2 കൈനേസ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, CDKയും DDKയും. CDC7 എന്ന് പറയുന്ന 2 കൈനേസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ആദ്യം CDK ഫോസ്ഫോറിലേറ്റ് SLD2 and SLD3. DDK phosphorylate the helicase MCM227. Phosphorylated SLD2 SLD3യും കൂടെ they bind to DPB11. സോ ഇപ്പൊ ഇവിടെ SLD2ഉം DPB11ഉം കൂടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ടേക്കാണ് ജിൻസ് കോംപ്ലക്സ് ബൈൻഡ് ചെയ്യും. സോ they will recruit polymerase എഫ്ലോൺ. അപ്പൊ SLD3 ഫോസ്ഫോറിലേറ്റഡ് DPB11 ഉണ്ട്. സോ ഇങ്ങോട്ട് CDC45 വരും. ഓക്കെ, അപ്പൊ ഇനി ഓൾ കോംപ്ലക്സ് എല്ലാം ഇവിടെ ഒറിജിനൽ റെപ്ലിക്കേഷനിലുണ്ട്. ഇനി DPB11ഉം SLD2Pയും SLD3P എല്ലാം ഡിറ്റാച്ച്ഡ് ആവും. ഇനി ഒറിജിനൽ റെപ്ലിക്കേഷനിൽ ആരൊക്കെയുണ്ട്? CDC45ഉം ജിൻസ് കോംപ്ലക്സ് മാത്രമേ ഉള്ളൂ. MCM ഉണ്ട്, ഹെലിക്കേസും ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ CMG കോംപ്ലക്സ് എന്ന് പറയുക. സോ വൺ CMG കോംപ്ലക്സ് ആക്ടിവേറ്റ് ആണെങ്കിൽ നമുക്ക് ഹെലിക്കേസ് ആക്ടിവേറ്റ് ആയി എന്ന് പറയാൻ പറ്റും.
ഇനി ഈ ഹെലിക്കേസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 2 സിംഗിൾ സ്റ്റാൻഡ് DNA വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഈ പോളിമറൈസ് F1 ഓൾറെഡി വന്നിട്ടുണ്ട്. സോ പോളിമറൈസ് ആൽഫയും പോളിമറൈസ് ഡെൽറ്റയും റിക്രൂട്ടഡ് ആണ്. ആൽഫ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ they synthesize 8 to 12 ന്യൂക്ലിയോടൈഡ് പ്രൈമർ, പിന്നെ 20 to 25 ന്യൂക്ലിയോടൈഡ് DNA സിന്തസിസ് നടക്കും. പോളിമറൈസ് ഡെൽറ്റ ലാഗിംഗ് സ്റ്റാൻഡിൽ വരും. ഡെൽറ്റ സിന്തസൈസ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്, ലീഡിംഗ് സ്റ്റാൻഡിൽ എഫ്ലോൺ സിന്തസൈസ് നടക്കും. പിന്നെ ഹെലിക്കേസ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് റെപ്ലിക്കേഷൻ നടക്കും. ഇനി അവസാനം നമുക്ക് ഇനി പ്രൈമറിനെ അങ്ങ് റിമൂവ് ചെയ്യണം. ഇവിടെയും RNase H ആണ് പ്രൈമറിനെ റിമൂവ് ചെയ്യുന്നത്. So RNase H remove RNTBase. Polymerase delta synthesize DNTBase. മറ്റേ പോലെ പോളിമറൈസ് 1 അല്ല ഇവിടെ ഫില്ല് ചെയ്യുന്നത്, പോളിമറൈസ് ഗാമ തന്നെയാണ്, ഡെൽറ്റ തന്നെയാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഇനി ഈ ബോണ്ട് ഇവിടെ നമ്മൾ പറയാറുണ്ട്, അതായത് ഈ പ്രൈമർ ടെംപ്ലേറ്റ് ഒരു ബോണ്ട് ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യുന്നത് യൂക്കാരിയോട്സിൽ ഒരു സ്പെസിഫിക് എൻഡോന്യൂക്ലിയസ് ഉണ്ട്, ഫെൻ, ഫ്ലാബ് എൻഡോന്യൂക്ലിയസ്. സോ ദിസ് ഫെൻ വിൽ ക്ലീവ് ഫ്ലാങ്ക്ഡ് nucleotide 2 to 3 nucleotide. So FEN check 2 to 3 nucleotide because polymerase alpha ഒരു പ്രൂഫ് റീഡിംഗ് ഇല്ലാത്തതായതുകൊണ്ട് അത് ചെക്ക് ചെയ്യും. സോ ഇവിടെ ഒരു 1 ബോണ്ട് ഡിഫറൻസ് ഉണ്ട്, അത് DNA ലൈഗേസ് വന്ന് സീൽ ചെയ്യും. ഓക്കെ, ഇനി എസ് ഫേസിൽ ഫോസ്ഫോറിലേറ്റഡ് CDC അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ MCM 227 റിക്രൂട്ട് ചെയ്തിട്ട് അടുത്ത റെപ്ലിക്കേഷൻ തുടങ്ങാം. പക്ഷെ യൂക്കാരിയോട്സിൽ ഒരു റെപ്ലിക്കേഷൻ ഒറ്റ റൗണ്ട് ആയിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ CDC6 ഒരു പോർഷനിൽ CDT1നെയും അവർ പോളി യൂബിക്വിറ്റിനേറ്റ് ചെയ്യും വിത്ത് ഹെൽപ്പ് ഓഫ് യൂബിക്വിറ്റിനേറ്റിംഗ് എൻസൈം SCF, എസ് ഫേസ് യൂബിക്വിറ്റിനേറ്റിംഗ് എൻസൈം. സോ അതിനങ്ങ് ഡീഗ്രേഡ് ചെയ്ത് കളയും. ഇനി അതർ പോർഷന് ദി ബൈൻഡ് CDC6ഉം CDT1ഉം ദി പ്രൊട്ടക്ട് വിത്ത് ജെമിനിൻ കോംപ്ലക്സ്, ജെമിനായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. ഇനി ടെർമിനേഷൻ 2 ഹെലിക്കേസ് എപ്പോൾ മീറ്റ് ചെയ്യുന്നു അവിടെ ഹെലിക്കേസ് ഡിറ്റാച്ച് ചെയ്തിട്ട് ടെർമിനേഷൻ നടക്കും. ഇനി എം ഫേസ് ആകുമ്പോഴത്തേക്കും ഈ ഡിറ്റാച്ച് ഹെലിക്കേസ് പ്രൊട്ടക്റ്റഡ് ജെമിനിൻ ഡിറ്റാച്ച് ചെയ്യും, എം ഫേസ് യൂബിക്വിറ്റിൻ, പോളിയൂബിക്വിറ്റിൻ, ജെമിനിൻ പ്രോട്ടീൻസ്. സോ ഇറ്റ് വിൽ ബി ഡീഗ്രേഡഡ്. അപ്പോൾ CD6ഉം CDTയും ഫ്രീ ആയി എം ഫേസിൽ. ഇനി നമുക്കറിയാം ഈ ഫോസ്ഫോറിലേറ്റഡ് MCN ഇത് നമുക്കിതിന് ഡീഫോസ്ഫോറിലേറ്റഡ് ആയാൽ മാത്രമേ റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ CDC14 ഫോസ്ഫേറ്റേസ് ഉണ്ട്, they will remove phosphate from CD6 and CDT in M phase അടുത്ത റെപ്ലിക്കേഷൻ തുടങ്ങാൻ വേണ്ടി. ഇനി ടീലോമറൈസ് ഉണ്ട്. ടീലോമറൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ they remove primer, there will be gap ഉണ്ടാവും, 3' OH overhangs ഉണ്ടാവും. സോ ഈ 3' overhang there ഉണ്ടെങ്കിലത്തേക്കും എന്തെങ്കിലും ചിലപ്പോൾ എക്സോന്യൂക്ലിയസ് ഡീഗ്രേഡേഷൻ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. സോ ബാക്ടീരിയയിൽ ഈ പ്രോബ്ലം ഇല്ല, കാരണം ബാക്ടീരിയ സർക്കുലർ ക്രോമസോം അതിൻ്റെ പ്രശ്നമില്ല. പക്ഷെ യൂക്കാരിയോട്ടിൽ എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. സോ നമ്മൾ യൂക്കാരിയോട്ട് റെപ്ലിക്കേഷൻ ക്രോമസോം ലീനിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന ടീലോമറിക് സീക്വൻസ് ഇത് ഫങ്ഷൻ ചെയ്യും. ഇതിന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു പ്രിവെന്റ് ക്രോമസോം ലോസ് ഇൻ റെപ്ലിക്കേഷൻ, പ്രിവെന്റ് ദ ലോസ് ഓഫ് ഫങ്ഷണൽ ജീൻസ്. സോ ഇത് നോക്കിക്കേ, ഇവിടെ ഇത്തിരി ജീൻ പോയി. ഇപ്പോൾ ഓരോ റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ ഇതിങ്ങനെ കുറേ ജീൻസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ഈ ക്രോമസോംസ് ചിലപ്പോൾ ഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 3' OH മറ്റു 3' OH ഇപ്പോൾ ഡൈസെൻട്രിക് ക്രോമസോമും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടീലോമറൈസ് എൻസൈംസ്. ടീലോമറൈസ് എൻസൈം റൈബോ ന്യൂക്ലിയർ പ്രോട്ടീൻ ആണ്. ദേ ആക്ട് as template for synthesis of telomerase sequence. So it acts as a RNA dependent DNA polymerase. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ടീലോമറൈസ് ട്രൈഫങ്ഷണൽ എൻസൈംസ് ആണ്. ദേ സിന്തസൈസ് DNA ഫ്രം RNA
and remove RNA, synthesize a strand of RNA, form template. ഈ ടീലോമറേസിന് ആക്ച്വലി രണ്ട് പാർട്ടുണ്ട്, ഒരു RNA പാർട്ടുണ്ട്, ഒരു പ്രോട്ടീൻ പാർട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ടിൽ P123, P43. P123 ആണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി, ടീലോമറേസ് അസോസിയേറ്റഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ RNAs ആക്ടിവിറ്റി വഴിയാണ് അവർ പ്രൈമറെ റിമൂവ് ചെയ്യും. 3' OH ഒക്കെ വരുമ്പോഴത്തേക്കും രണ്ട് ലൂപ്പായിട്ട് ടി ലൂപ്പും ചെറിയ ഡി ലൂപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സോ ഈ ലൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന TRF1, TRF2, WR എന്നൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈലി ഡിവൈഡിങ് സെൽസിലൊക്കെ അല്ലെങ്കിൽ ക്യാൻസർ സെൽസിലൊക്കെ ഹൈ ടീലോമറിക് ആക്ടിവിറ്റി ആയിരിക്കും ഇവിടെ നടക്കുക. അപ്പോപ്റ്റോട്ടിക് സെൽസ് ലാക്ക് ടീലോമറിക് സീക്വൻസ്. ഇങ്ങനൊരു ഡിസീസാണ് പ്രൊജേറിയ. പ്രീമച്വർ ഏജിങ് ആണ്, ഡെഫിഷ്യൻസി ഓഫ് ടീലോമറേസ് എൻസൈം ആണ് പ്രൊജേറിയ ഉണ്ടാകുന്നത്. ഹച്ചിൻസൺ ഗുഫോൾഡ് സിൻഡ്രം, സിവിയർ പ്രൊജേറിയ ആണ്. ഏജിങ് ബിഗിൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത് അറ്റ് ടീൻസ്. വെർണർ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് സിവിയർ ഫോം ആണ്. ഏജിങ് ബിഗിൻസ് അറ്റ് ടീനിലാണ്, ഒരു 40 വയസ്സാകുമ്പോഴത്തേക്കും തട്ടിപ്പോവും. ഇവിടെ ക്രോമസോമിന്റെ അറ്റത്ത് 3 to 20 kb ഓഫ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഉണ്ട്. ചിലപ്പോൾ ഇവിടെ റെഡ്യൂസ്ഡ് ആയിരിക്കും. എൻഡിനോ, സെനസിൻ സെൽസ്, ക്യാൻസർ സെൽസ് ഒക്കെ അങ്ങനെ പല രീതിയിലുണ്ടാവും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, പ്രൊക്കാരിയോട്സിൽ ഇവ വെൽ ന്യൂട്രിയൻ കണ്ടീഷൻ ആണെങ്കിൽ ബാക്ടീരിയ റെപ്ലിക്കേഷൻ ഉള്ളിൽ 20 മിനിറ്റ്സേ വേണ്ടൂ. ഓക്കെ, 1000 ന്യൂക്ലിയർ പെർ സെക്കൻഡ്സ് ആണ്. ഇനി അല്ലാത്ത കേസിൽ ഇപ്പം 4.6 10 പവർ ബേസ് പെയർ ഉണ്ടല്ലോ, അത് രണ്ട് ഡയറക്ഷൻ 2000 രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ 38 മിനിറ്റ്സ് 40 മിനിറ്റുകൾ എടുക്കും. പക്ഷെ ന്യൂട്രിയൻ കണ്ടീഷൻ 20 മിനിറ്റ്സ് എടുക്കുള്ളൂ. അതാണ് DNA റെപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്.